അക്കിയേട്ടൻ എവിടെ പോവാ? ആ കോച്ചി എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കൊച്ചി എന്നായിരുന്നു എന്ന്. എൻ്റെ ഒപ്പം ഈ വണ്ടി കൊച്ചി എത്തുമെന്ന് ഞാൻ ജീവിതത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കടമക്കുടി എത്തി. അവിടെ എത്തിയ സമയത്ത് എനിക്ക് അവിടുത്തെ ഹൈലൈറ്റായിട്ട് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും അവിടെ സൈക്കിളിലാണ് പോകുന്നത്. ഒരു സ്കൂൾ വിട്ട സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ കുറച്ച് ഏജ് ആയവരായിക്കോട്ടെ എല്ലാവരും സൈക്കിളിലാണ്. എനിക്ക് ഭയങ്കര കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു നല്ല ഫീലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ടത് ഈ കാഴ്ചയായിരുന്നേ. എന്ത് ഭംഗിയാണെന്നറിയോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് അറിയില്ല ക്യാമറയിൽ എത്രത്തോളം നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങൾ നിന്ന് ആസ്വദിക്കുക. അപ്പോൾ ആ സൈക്കിളിൽ പോയിട്ടുണ്ടായിരുന്ന അപ്പം ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ ഒന്നും കാണാനില്ല മക്കളെ, കുറച്ച് അങ്ങോട്ടേക്ക് കടമക്കുടിയിലേക്ക് പോകും, അവിടെയാണ് കാണാനുള്ളത് എന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ എനിക്ക് ഭയങ്കര നമുക്ക് നല്ലൊരു ഫീല് തരുന്ന ഒരു കാഴ്ചയില്ലേ. അങ്ങനെയായിരുന്നേ. കറക്റ്റ് ഒരു സൺസെറ്റ് സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫീല് ഞങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നല്ല ഫ്രെയിമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അവിടെയുള്ള മരങ്ങളായിക്കോട്ടെ ആ സൺസെറ്റ് ആയിക്കോട്ടെ എല്ലാം കൂടെ ഒന്നിച്ച് വന്നപ്പോൾ കണ്ടോ എന്ത് ഭംഗിയാണ് അവിടെ കാണാൻ വേണ്ടിയിട്ടെന്ന്. ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കിട്ടുമ്പം എങ്ങനെയല്ലേ നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാതിരിക്കുക. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചേട്ടൻ ഞങ്ങളടുത്ത് വന്നിട്ട് നല്ല പാട്ടൊക്കെ കേട്ട് വഞ്ചി യാത്ര പോയാലോ എന്ന് ചോദിക്കണത്. അങ്ങനെ ഞങ്ങൾ ആ വഞ്ചിയിൽ കയറി. ഞങ്ങൾ അന്നത്തെ ഈവനിങ് എടുത്തിട്ടുണ്ടായിരുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസിഷനായിരുന്നു ഞങ്ങളുടെ ആ യാത്ര. പിന്നെ തണ്ടൊടിഞ്ഞ താമര കൊണ്ടുവന്നപ്പോൾ ഇത് ഗോപി ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഫോട്ടോച്ചിയിലാണ് ചേട്ടൻ മീൻ പിടിക്കാനൊക്കെ പോവാറ്. ബാക്കിയുള്ള സമയങ്ങളിൽ ഇവിടെ കാണാൻ വരുന്നവരെ വഞ്ചിയിൽ കയറ്റി കണ്ടൽക്കാടൊക്കെ ചുറ്റിച്ച് കൊണ്ടുവരും. ചേട്ടനോട് കഥയൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ സമയം പോയതേ അറിഞ്ഞില്ല. തിരിച്ചെത്തിയപ്പോഴേക്ക് സന്ധ്യ ആയിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്രയും നല്ലൊരു ഈവനിങ് ഞങ്ങൾക്ക് സമ്മാനിച്ച ഗോപിച്ചേട്ടനോട് സ്നേഹം മാത്രം.